നമസ്കാരം. ശബരിമല സ്വർണ്ണ മോഷണക്കേസിൽ അന്വേഷണം പുതിയ ദിശയിലേക്ക് നീങ്ങുകയാണ്. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം മറ്റ് സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളുടെ നവീകരണത്തിനായി ഉപയോഗിച്ചെന്നുള്ള നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ കേസിലെ മുഖ്യപ്രതിയും സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒയുമായ പങ്കജ് ഭണ്ഡാരിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ മൊഴി നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അയൽ സംസ്ഥാനങ്ങളിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് SIT പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ ഒരു ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട ഒരു ലീഡ് പുതിയതായി പുറത്തു വരുന്നത്. ഇതിൻ പ്രകാരം ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇത് കൊണ്ടുപോയത് ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ്. അവിടുത്തെ CEO ആയ പങ്കജ് ഭണ്ഡാരി, അദ്ദേഹവും മുഖ്യപ്രതിയായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇപ്പോൾ ശബരിമലയിലെ സ്വർണം മറ്റ് സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള നിർണായകമായ വിവരം പുറത്തു വരുന്നത്. തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ സ്മാർട്ട് ക്രിയേഷൻസ് സ്വർണം പൂശുന്ന ജോലികൾ ഏറ്റെടുത്തിരുന്നു. ശബരിമലയിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിയ സ്വർണം ഈ ക്ഷേത്രങ്ങളിലെ കൊടിമരം പൂശാനും മറ്റു നവീകരണ പ്രവർത്തനങ്ങൾക്കുമാണ് ഉപയോഗിച്ചതെന്നാണ് ഭണ്ഡാരിയുടെ വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ ഇത് ഗുരുതരമായൊരു വീഴ്ചയാണ്. കാര്യം ഒരു സംസ്ഥാനത്തിലെ മഹാക്ഷേത്രത്തിൽ നിന്നും കടത്തിക്കൊണ്ടുപോകുന്ന സ്വർണം ഉപയോഗിച്ചാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ഇവർ അടങ്കലേറ്റെടുത്തിരിക്കുന്ന പണികൾ പൂർത്തിയാക്കുന്നതെന്നുള്ളത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. എന്തായാലും വളരെ നാളുകൾക്ക് ശേഷം SITക്ക് ഇപ്പോൾ ഈ ഒരു ലീഡ് വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകുന്നത്. ഈ ക്ഷേത്രങ്ങളിൽ പരിശോധന നടത്തി സ്വർണത്തിൻ്റെ ഉറവിടം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. ശബരിമലയിലെ കൊടിമരത്തിൽ നിന്നും മറ്റും സ്വർണം വേർതിരിച്ചെടുത്തത് അശാസ്ത്രീയമായ രീതിയിലാണെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണം വേർതിരിക്കാനായി ഉപയോഗിച്ച പ്രത്യേക ലായനി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ ലായനിയുടെ ഘടകങ്ങൾ കണ്ടെത്തുന്നത് അന്വേഷണത്തിൽ നിർണായകമാകും. സ്വർണം ഉരുക്കി വേർതിരിച്ചെടുത്തതിലൂടെ സ്വർണത്തിന് തൂക്കക്കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കേരളത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിക്കുന്നതോടെ വലിയൊരു മാഫിയ സംഘത്തിൻ്റെ പങ്ക് പുറത്തുവരുമെന്നാണ് സൂചന. ശബരിമലയെപ്പോലെ തന്നെ മറ്റ് പ്രമുഖ ക്ഷേത്രങ്ങളിലും സ്മാർട്ട് ക്രിയേഷൻസ് ഇത്തരത്തിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരാശങ്ക. ഇത് SIT കൂടുതൽ അന്വേഷണം ഈ ഒരു കാര്യത്തിൽ നടത്തുന്നുണ്ട്. പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ വിശദമായ റിപ്പോർട്ട് നൽകാനാണ് SIT ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികളിലും കൊടിമരത്തിലും സ്വർണത്തിൻ്റെ അളവ് കുറഞ്ഞതായുള്ള പരാതിയെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. പങ്കജ് ഭണ്ഡാരിയുടെ പുതിയ വെളിപ്പെടുത്തൽ ഭക്തർക്കിടയിലും ദേവസ്വം ബോർഡിലും വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കേസിൽ ആദ്യം അറസ്റ്റിലായ പ്രമുഖരായ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്വാഭാവിക ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അന്ന് കൃത്യമായൊരു FIR സമർപ്പിക്കാൻ, ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് ഇതൊരു പുതിയ ലീഡാണ് അന്വേഷണ സംഘത്തിന് വിഴുന്നു കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ചുവടിൽ ഈ അന്ന് അകത്തായ ആൾക്കാരെ വീണ്ടും ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അവരെ വീണ്ടും അറസ്റ്റ് ചെയ്യാനും അടക്കമുള്ള നീക്കങ്ങൾ നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഒരുപക്ഷേ SITക്ക് വലിയ കളങ്കം ചാർത്തിയാവുന്ന ഒരു അന്വേഷണം കൂടിയായി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഈ സ്വാഭാവിക ജാമ്യത്തിൽ പ്രതികൾ പുറത്തിറങ്ങിയതോടെ SITന്മേലുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങിയിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് പങ്കജ് ഭണ്ഡാരിയുടെ സുപ്രധാനമായ വെളിപ്പെടുത്തൽ വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വാർത്തകൾ, കൂടുതൽ ചോദ്യം ചെയ്യലിൽ വെളിവാകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.